ഈദ് ഡേ. ഇന്നത്തെ രാവിലെ തന്നെ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണർന്നത്. ഷായ് ഈദ്ഗാഹിന് പോവാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നലെ കുറച്ച് ചെയ്ത് ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ കിച്ചൺ പരിപാടികൾ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചൊരുങ്ങുള്ളൂ കേട്ടോ. ഈ ദിവസം ആക്ച്വലി രണ്ടുപേരും ഈദ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് ഒരു ലൈവ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ അതൊന്നും നടന്നില്ല. സോ ഗൈസ്, നേരെ നമ്മൾ പോയി നമുക്ക് പൊരിക്കാനുള്ള സാധനങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസ് ജസ്റ്റ്, എനിക്ക് കുറച്ച് റെഡ് ആക്നൈസ് ഉണ്ട്, പുതിയ വന്നതാ, പുതിയ ആൾക്കാരാ. അപ്പം അവരൊന്ന് ഡീൽ ചെയ്യണം. അതിനുശേഷം നമുക്ക് ചിക്കൻ പൊരിക്കാൻ പോകണം. ബണ്ണ് പോലും കാണാനില്ലല്ലോ. ഐസ് എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പുതിയ കുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഐസ് ക്യൂബ്സ് ഇങ്ങനെ റബ്ബ് ചെയ്യണത് നല്ലതാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ആ ഒരു ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം റെഡ് ആയിട്ട് അപ്പിയർ ആവുമെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് റിഡ്യൂസ് ആവും. ഐസ് ഇങ്ങനെ വേറെ ഹാൻഡ്സിൽ പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടോ കയ്യിന്. അപ്പോൾ പിന്നെ തോർത്തിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒരു സിലിക്കോണിൻ്റെ ഒരു മോൾഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിലിങ്ങനെ വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് മറ്റേ ഭാഗത്ത് നമുക്ക് ആ ഒരു സിലിക്കോൺ സപ്പോർട്ട് ഉണ്ടാവും അതിങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട്. ആ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഷായിൻ്റെ വീട്ടിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബെയർ ഐസ് വെച്ചിട്ട് ഇങ്ങനെ തോർത്തും വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഷായിൻ്റെ ഉമ്മ ഉപ്പ എല്ലാവരും ഈദ്ഗാഹിന് പോയി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം, ചെമ്മീൻ ഫ്രൈ ചെയ്യണം. അത് കഴിഞ്ഞാൽ എനിക്ക് കുളിച്ചെടുക്കണം. ഇതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയി ഞാൻ നേരെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ കലാപരിപാടികൾ തുടങ്ങാം. ഇവിടെ ഇപ്പോൾ വീഡിയോ എടുത്തിരാനും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോൺ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഏത് നിമിഷവും മറിഞ്ഞു വീഴാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യണ്ടേ, നിങ്ങൾക്ക് ഇതെല്ലാം കാണണ്ടേ. മസാല തേച്ച് വെച്ച ആ ഒരു ചിക്കൻ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കി പിന്നെ അതിലേക്ക് ഇടാനുള്ള മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ സാധാരണ ജനറലി ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന പരിപാടിയാണ് ഇവിടെ കൂടുതലും ചെയ്യാറുള്ളത്. ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കാറുള്ളൂ. അതും കുറച്ച് എണ്ണയിൽ അങ്ങനെയാണ് പൊരിക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും കറക്റ്റ് മൊരിയാറില്ല. പക്ഷെ എൻ്റെ ഫേവറേറ്റ് നല്ല മൊരിഞ്ഞ് ഇങ്ങനെ മുക്കി പൊരിച്ച കോഴിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ളി ഞാൻ ചെയ്യായതുകൊണ്ട് ഞാൻ നല്ല എണ്ണ എടുത്തിട്ട് അത് നല്ല മുക്കി പൊരിച്ചെടുക്കുകയാണ്. ഇതാണ് കഴിക്കാനും ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ചിക്കനിൽ മസാല തേച്ചിട്ട് അതൊരു പ്രാവശ്യം പോലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു പച്ച മസാല തന്നെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എനിക്ക് എന്തോ അത് ഒരുമാതിരിയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബൈറ്റ് എടുക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എരിവ് തീരില്ല. വാ അടിപൊളി എന്നൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് അത്യാവശ്യം കുറവായിരുന്നു കേട്ടോ. അതെനിക്ക് ഇട്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഷായിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എരിവ് കൂടി കഴിഞ്ഞാൽ ഷായിൻ്റെ ഉമ്മാക്കൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടറിഞ്ഞ് കുറച്ചൊന്ന് കുറച്ചിട്ടാണ് ഞാൻ ഇട്ടത്. ഇത്ര മതിയാവുമോ എന്ന് ഷായിൻ ചോദിച്ചപ്പോഴും പിന്നെ അധികം ഇട്ടില്ല കേട്ടോ. പക്ഷെ കഴിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു എരിവ് ഇല്ലാത്തതാണ് ഇങ്ങോട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒട്ടും ഒരു ടേസ്റ്റ് തോന്നിയില്ല. എരിവ് കുറവാണ്. മുളക് പൊടി ഇപ്പം ഇടാൻ പറ്റുമോ? നോ ഐഡിയ. എന്തായാലും കുറച്ചിടാം. അപ്പോൾ ഞാനൊരു 2 സ്പൂണും കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മുളക് പൊടീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ്. ഏത് പോയിന്റിലാണ് അത് കൈ വിട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് എരിഞ്ഞു പോകഞ്ഞിട്ട് കണ്ണും കാണൂല, തിന്നാനും പറ്റില്ല, ആ ഒരു കോലത്തിലാവും. പിന്നെ ഞാൻ ഉമ്മച്ചിക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് അവിടുത്തെ പരിപാടികൾ എന്നൊക്കെ അറിയണ്ടേ. ഇത് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ ഉമ്മച്ചി അഫ്ഗാനി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അഫ്ഗാനി ചിക്കനും അഫ്ഗാനി റൈസും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാണിച്ചു തരായിരുന്നു ഉമ്മച്ചി. അപ്പം ഞാൻ എൻ്റെ കലാവിരുദ്ധകളും ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര
ന്യൂ ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോന്ന്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് തന്നെ ആദ്യമായിട്ടാണ് ഒരു ഈദിന് ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊരിച്ച് ഞാൻ തന്നെ അവിടുത്തെ വലിയ സംഭവമായി അവിടെ ഇങ്ങനെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്ത് ചെയ്യണൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് ആണ്. സംഭവം 26 years ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണല്ലോ ഇതൊക്കെ. എനിക്ക് ഇതെല്ലാം ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാൻ ഇതിനൊന്നും ഒരാൾ പോലും ഒരു ഹെൽപ്പിനും കൂടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. പക്ഷെ പിന്നെ അതൊന്നും വിഷയമല്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് സിറ്റുവേഷനും അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യും. എങ്ങനെ വീണാലും ഞാൻ നല്ല വീഴും. അതങ്ങനെയാണ്. ചെമ്മീൻ കുഴച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ. എന്തോ ഒരു വഴുവഴ ഫീല്, എന്തോ ഒരു പോലെ. രണ്ടാമത്തെ റൗണ്ടും ഇട്ടു. ഇപ്പം ആക്ച്വലി സമയം 8:40 ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഷായൊക്കെ പള്ളി കഴിഞ്ഞ് വരും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കല്ല, നമുക്ക് ഫുഡ് വരണം. ഫുഡ് പെരിന്തൽമണ്ണ പോയി കൊണ്ടുവരണം. ഫ്രൈ പാൻ കിച്ചണിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു റൗണ്ട് ചിക്കനും കൂടി ഫ്രൈ ചെയ്തു. അപ്പോഴത്തേക്കും എല്ലാവരും എത്തി. ഷായിന്റെ ഫാമിലി, ഷായിന്റെ ബ്രദറും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷായിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ചെമ്മീൻ അവർ ഫ്രൈ ചെയ്തോളാന്ന്. അപ്പം ഇതിപ്പോ മസാല തേച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ ചെമ്മീനാണെന്നുണ്ടെങ്കിലും. അപ്പൊ എന്താ എരിവും ഇതെല്ലാം ടേസ്റ്റ് എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റൗണ്ട് ഞാൻ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അവസാനം കുറച്ച് കറി ലീവ്സും കൂടി എടുത്തിട്ട് അതിന്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ. അത് ഇത്രയും ചിക്കൻ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ കൂട്ടിയ മസാല എങ്ങനെ ഉണ്ട് എന്നൊക്കെ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. ഞാൻ ഷാൻജിയുടെ റെസിപ്പിയും കുക്ക് വിത്ത് റൂബിയുടെ റെസിപ്പിയും പിന്നെ എന്റെ കയ്യിൽ നിന്നിട്ട് കുറച്ച് സാധനങ്ങളും ഒക്കെ ഇങ്ങോട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു മസാല ഇങ്ങോട്ട് തയ്യാറാക്കിയതാണല്ലോ. അപ്പൊ ഫസ്റ്റ് ബൈറ്റ് ആണ്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഇത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പൊടിക്ക് എലിവേറ്റ് ആയി നിൽക്കുന്നുണ്ടെങ്കിലും ഓക്കെ ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കനെക്കാട്ടിലും ഇത് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമായി. ചിക്കൻ ആണെന്നുണ്ടെങ്കിലും മസാലയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു എരിവില്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു അത്ര കൂടി ഇമ്പ്രസീവായി തോന്നിയില്ല ഫസ്റ്റ് ബൈറ്റ്. പക്ഷെ പിന്നെ ഞാൻ രണ്ടാമത്തെ റൗണ്ടിൽ കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്ത് ചെയ്തപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയി. ഇനി ഒരു റൗണ്ട് ചെമ്മീനും ഒരു റൗണ്ട് ചിക്കനും ഉണ്ട്. അപ്പൊ അത് ഷായിന്റെ ഉമ്മ പൊരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡ്രസ്സെല്ലാം ഇവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് കുളിക്കാനും ഫ്രഷനപ്പ് ആവാനും ഒക്കെ പോയി. ഇൻ ദ മീൻ ടൈം ഷായ് ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഷായിനെ വീട്ടിലെല്ലാവരെയും ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ നേരെ പെരിന്തൽമണ്ണ പോയിട്ടുണ്ടായിരുന്നു ഫ്രൈ പാൻ കിച്ചണിന്റെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ പ്രീ ഓർഡർ ചെയ്തതായിരുന്നു. ഇതിലേക്ക് ലഗോൺ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ ഇളനീർ പായസമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷായിന് ഏതായാലും പോകുന്നതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സും കുറച്ച് ഇളനീർ പായസമൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം പർച്ചേസ് ചെയ്ത് ഷായ് തിരിച്ചു പോരുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, ക്യൂവിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷായ് വിളിച്ചിട്ട്. പിന്നെ ബിരിയാണിയും 4 കുപ്പി പായസം എല്ലാം കൂടി കൊണ്ടുവരാനുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ക്യൂ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടി ഷായിൻ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഇതിൽ 2 കുപ്പി പായസം നമ്മളുടെ വീട്ടിലേക്കുള്ളതാണ് കേട്ടോ. 2 കുപ്പി പായസം ഷായിന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1 kg ആയിരുന്നു തോന്നുന്നു നമ്മൾ ലഗോൺ ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നത്. 1 kg ബീഫ് ബിരിയാണി അങ്ങനെ ആയിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് സാലഡ്സും പിക്കിളും ഒക്കെ ഉണ്ട്. അപ്പോൾ തെൻസീന് കൊടുക്കാനുള്ളത് ഇത് 4 ബോട്ടിലുണ്ട്. 4 ബോട്ടിൽ 2 ബോട്ടിൽ തെൻസീൻ്റെ വീട്ടിലോട്ടിലാണ്. തെൻസീൻ ഷായിൻ്റെ ഫ്രണ്ടാണ്. ഷായ് ആക്ച്വലി ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷായ് തെൻസീൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയാത്തതൊന്നല്ല, നമ്മൾ പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഇങ്ങനത്തെ ചട്ടല്ലാത്തൊരു ചർത്തി എനിക്ക് കിട്ടാല്ലേ. ഞാൻ പിന്നെ കളറോ നിങ്ങളതൊക്കെ ഒരു കളറ് പള്ളിക്ക് ഞാൻ ഇതില്ലാത്തൊരു കളറായിട്ട് ഒരാൾ തൻസീർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മറ്റേത് ജംഷദ്, അതും ഷായിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. ഇവരൊരു 4 പേരുടെ ഒരു ഗ്യാങ് ആണ്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷായ് നേരെ വീട്ടിൽ വന്ന് ഈ സാധനങ്ങളെല്ലാം അൺലോഡ് ചെയ്തു. അപ്പൊ ഈ സമയത്ത് ഞാൻ ഫ്രഷനപ്പായി ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ റൂമിൽ ഭയങ്കര സംഭവ വികാസങ്ങൾ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഞാൻ ഇനി കാണിച്ചു തരാം. എന്നിട്ടാണ് ഫുഡിങ്ങിന്റെ ഏരിയ കേട്ടോ. ഇതിപ്പോ ഷായ് വന്നതിന് ശേഷമാണ് ഈ ഷോട്ട് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി അതിന് മുന്നേ ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ ഒരു ടൈമിൽ. നമ്മൾ കുളിച്ച് വന്നു. ഇവിടെ ഷായ് ആകെ മെസ്സാക്കിയിട്ട് പോയതാണ് കേട്ടോ രാവിലെ. ഇതിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് നടക്കാൻ പോകുന്നത്. ഹെയർ സ്റ്റിൽ കുറച്ച് വെറ്റാണ്. ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഷോട്ട് ഇപ്പം എടുത്തതേ ഉള്ളൂ. ഇനി ബാക്കി മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എടുക്കണം. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ്. അപ്പം അതിന് മുന്നായിട്ട് എനിക്ക് എൻ്റെ ഹെയർ ഒന്ന് ഡ്രൈ ആക്കണം. ഞാനിപ്പോൾ ഈ ഒരു അഗാരോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു ഹെയർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഞാനും ഷൈനും രണ്ടുപേരും തന്നെ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഇതെന്താ വർക്ക് ചെയ്യാത്ത? ഇതെന്തത് വാങ്ങിച്ചിട്ട് ഞാൻ അന്ന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓണായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ മറന്നു. ഇവിടെയാണ് ഇതിന്റെ അഡ്ജസ്റ്റിങ്. ശരിക്കും ബ്ലോ ഡ്രൈയിങ്ങിന് ഈ ഒരു എക്യുപ്മെന്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. സാധാരണ ബ്ലോ ഡ്രയർ വെച്ചിട്ടാവുമ്പോൾ നമുക്കിങ്ങനെ കോംബ് ചെയ്യുകയും വേണം, പിന്നെ ഒരു ബ്ലോ ഡ്രയറും ഹോൾഡ് ചെയ്യണമല്ലോ. അപ്പോൾ അത് രണ്ട് കൈ കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ രണ്ടും കൂടെ ഒരൊറ്റ സാധനത്തിലുള്ളത് കൊണ്ട് സിമ്പിളാണ് കാര്യം. പക്ഷെ അത്ര എഫക്റ്റീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത് ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഷൈന് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാനായിട്ട്, അവന് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട്. പിന്നെ ഇതിന് വേറെ കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഇതിന്റെ ആ ഒരു ചൂടുകാറ്റ് നന്നായിട്ട് നമ്മളെ സ്കാൽപ്പിലേക്ക് വരും, സാധാരണ ബ്ലോ ഡ്രയറിന്റെ പോലെയല്ല. പക്ഷെ എന്നാലും കൺവീനിയന്റ് ആണ് ഏറെക്കുറെ. ഓക്കെ, അപ്പോൾ ബാക്കി മേക്കപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യണുള്ളൂ. ജസ്റ്റ് ഫസ്റ്റ് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് വെച്ചതാണ്, എന്നാൽ പിന്നെ ആ പണിയില്ലല്ലോ. ഫേസ് പിന്നെ നമുക്ക് വളരെ മിനിമലായിട്ട് ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ടു അപ്ലൈ മോയ്സ്ചറൈസർ. ഫോർ ദാറ്റ് ഐ വുഡ് ബി യൂസിങ് ദിസ് വാസ്ലൈൻ ഗ്ലൂട്ടാഹൈഡ് UV റേഡിയൻസ് സീറം ഇൻ ലോഷൻ. ഇതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ഫുള്ള് ഞാൻ ഉപയോഗിച്ച് തീർന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് നല്ലൊരു പണി കിട്ടി ഗൈസ്. കണ്ണിലേക്ക് ആകപ്പാടെ എടുത്ത് തെറിച്ചു. നല്ല നിറലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ വേഗം പോയി ബാത്റൂമിലേക്ക് തപ്പിയായിട്ടോ ഞാൻ പോയത്. ഈ സംഭവം നിങ്ങളിപ്പോൾ എല്ലാവരും ഓൾറെഡി കണ്ടു കാണും, കാരണം ഇത് ഭയങ്കര വൈറലായിരുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും. യൂട്യൂബിൽ അത്രത്തോളം ആയിട്ടില്ല, ഏകദേശം ഒരു 1-2 ലക്ഷം ആയിട്ടുള്ളൂ. പക്ഷെ ഇൻസ്റ്റയിൽ ഒരു 1.5 വൈറലാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2.8 or 3 million ആണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് 30 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരാളുടെ കണ്ണ് കേടായപ്പോൾ എന്തൊരു സന്തോഷം അല്ലേ? ഇത് ഓപ്പൺ ആയത് ലൈക്ക് ഇതിന്റെ ആ ഒരു ലിഡ് ഓപ്പൺ ആയിട്ട് ഒന്നാകെ തെറിച്ചത്. ഇതിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എപ്പം ഞെക്കുമ്പോഴൊന്നും വരാറില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ തുറക്കുമ്പോഴേ എനിക്ക് കിട്ടാറുള്ളൂ. അയ്യോ, അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയതുകൊണ്ടും കുറച്ച് മൈൽഡ് ആയതുകൊണ്ടും വല്ലാതെ ഓയിലി കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടും കണ്ണിലായെങ്കിലും വലിയ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ ആകെ മനസ്സായി. മേക്കപ്പ് ബാഗിൽ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ വരെ എത്തി കണ്ടോ. എല്ലാത്തൊരു പണ്ടാരം. ഇപ്പൊ എന്താ ചെയ്യാ? അതുകൊണ്ട് അങ്ങോട്ട് തുടക്കല്ലേ ഓരോന്ന്. അല്ലെങ്കിലേ മനുഷ്യന് നേരം വൈകി നിൽക്കാം. അതുകൊണ്ട് തുടക്കണ്ടാത്ത എൻ്റെ മുഖം തുടക്കണത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വാഷ് ചെയ്തിട്ടേ തുടക്കാൻ പറ്റൂ. വാഷ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റൂ. എൻ്റെ 14,000 ഗിംബല്. ആ മൂടങ്ങോട്ട് പോയി. ഈ ഇതിലെന്തെങ്കിലും ബാക്കിയുണ്ടോ? കണ്ണോരം ഇതെന്നെ ചെയ്താലേ വരുള്ളൂ. തീർന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി ഇതിലുള്ളത് ഞാൻ വേറെ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ വാസ്ലൈൻ മോയ്സ്ചറൈസർ. ഇത് എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്നല്ല, എവിടേക്കും ഇങ്ങനെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിൽ എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ ഡ്രോപ്പർ ബോട്ടിൽസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് എവിടേക്കും പോകുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും.
ഇത് ഞാനിങ്ങനെ എൻ്റെ വീട് ഷൈൻ്റെ വീട്, എൻ്റെ വീട് ഷൈൻ്റെ വീട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതുകൊണ്ട് എനിക്ക് ഇത് ഇങ്ങനെ കൊണ്ട് നടക്കൽ അത്യാവശ്യമാണ്. സോ നമുക്ക് എൻ്റെ മേക്കപ്പ് ബാഗ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. കുറേ സാധനങ്ങളുണ്ട്. പ്രൈമർ നമ്മൾ ഈ ഒരു കളർ ബാറിൻ്റെ പ്രൈമറാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തീരാറായി. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഞാൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തീരാറാവുമ്പോൾ പിന്നെ ഞാനത് എൻ്റെതാക്കും. എന്നിട്ട് ബ്രൈഡ്സിന് നല്ലത് പുതിയത് വാങ്ങും. എങ്ങനെയുണ്ട്? അപ്പം അതുകൊണ്ടാണ് പലതും തീരാറായി കിടക്കണം കേട്ടോ. വാസ്ലൈൻ്റെ ഒന്നും പിന്നെ അങ്ങനെയല്ല. അതൊക്കെ ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യും. ഫേസിലും കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പം അങ്ങനെ തീർന്നതാ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണത്. കളർ ബാറിൻ്റെ പ്രൈമർ യൂസ് ചെയ്യാണ്. താഴെ കാറിൻ്റെ ഹോണ് കേട്ടു. ഷായി വന്നു തോന്നണം. ഷായി ഫുഡ് വാങ്ങിക്കാം. കൂടിപ്പോയി. എന്ത് കഷ്ടമാണ് ഇന്ന് മൊത്തം ഇങ്ങനെയാണല്ലോ. ഷായി ഫുഡ് വാങ്ങാൻ പോയതായിരുന്നു. ലിപ്സ് ഒന്ന് ഹൈഡ്രേറ്റഡ് ആവട്ടെ, അവിടെ നിൽക്കട്ടെ. ദെൻ വി ഹാവ് ടു ഡു ജസ്റ്റ് കൺസീലിംഗ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. ആകെ അതാണ് മെയിൻ സ്റ്റെപ്പ് ഉള്ളൂ. ഈ ആക്നെ മാർക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ലോറിയലിൻ്റെ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് 317 ആണ് കേട്ടോ. ലോറിയൽ ഇൻഫാലിബിളിൻ്റെ കൺസീലറാണ്. ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് സ്പോട്ട് കൺസീലിംഗ് ആണ് ചെയ്യുന്നത്. ഈ വലിയ വലിയ ആക്നെ മാർക്സിൽ മാത്രം. ഇത് കവളിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചൊരു ഡാർക്കാണ്. പക്ഷെ ഇതിൻ്റെ മീഡിയം ഷെയ്ഡ് ആണെങ്കിൽ ഞാൻ സാച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്ര മാച്ച് അല്ലാത്ത പോലെ, ഒരു അണ്ടർടോണൊക്കെ വ്യത്യാസമുള്ള പോലെ തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് ഇതെടുത്തത്. നല്ല ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ വലിയ വ്യത്യാസം തോന്നാറില്ല കേട്ടോ. ഇനി ചെറുതായിട്ട് അണ്ടർ ഐസിലും. അതാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തൊണ്ടക്കൊരു കരകരപ്പുണ്ട്. മൊത്തത്തിലൊരു സുഖല്ല. ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. ചായ വന്നിട്ടുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല കവറേജ് ഉള്ള ഒരു കൺസീലറാണ് കേട്ടോ. നമുക്ക് വളരെ ലിറ്റിൽ എമൗണ്ട് മതി. ഇപ്പം ഞാൻ ഈ എടുത്ത തന്നെ കൂടുതലാണ്. ജസ്റ്റ് ആ ബ്രഷിൽ റിമൈനിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ജസ്റ്റ് ഇവിടെ കൂടെ കൊടുക്കുക കേട്ടോ. മൗത്തിന് അറൗണ്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറുതായിട്ട് കറക്റ്റ് ചെയ്യാണ്ട്, കവർ ചെയ്യാണ്ട്. ഷൈൻ ഓക്കെ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യേ. ഇവിടെ നല്ലൊരു ആക്സിഡന്റ് നടന്നു. ഈ വല്ലതും അറിഞ്ഞോ? ഇതിട്ട് അതെനിക്ക് വേണേ. ഇട്ടാ നോക്കട്ടെ. എന്നാ ഓഫ് ചെയ്തോ. എന്റെ കണ്ണൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ പാടെ തെറിച്ചു. ഈ മോയ്സ്ചറൈസർ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ കുലുക്കിയിട്ടാണ് അത് എടുക്കല്. താഴേക്ക് ഇങ്ങനെ ഡൗൺവേർഡ്സ് കുലുക്കിയിട്ട് അതേപോലെയാണ് കുലുക്കി. അതിലതിന്റെ ക്യാപ്പ് ലൂസ് ആയിരുന്നെന്ന് തോന്നണു. നാഗിന്റെ കണ്ണുക്കും മേത്തുക്കും ഇവിടെയുള്ള സാധനത്തുമ്മ കൂടെ എല്ലാത്തുമ്മ കൂടെ അങ്ങോട്ട് തെറിച്ചു. ഇവിടെ അത് ഇന്നലെ രാത്രി വെള്ളം ആയതല്ലേ. ഇതിപ്പോ കഴിഞ്ഞു. ചോറ് 2 ബക്കറ്റ് ചിക്കൻ ഏതാ മറ്റേതാന്ന് മനസ്സിലാവണില്ല. ഈ ആ പാന്റ് മാറ്റിക്ക. ഈ പാന്റ് വേണ്ട, മറ്റേതാണ് അയക്കുള്ള മാച്ചായ പാന്റ്. മറ്റേത് മതി. ഇതാ മാച്ച് ഷായി. ഈ ഗ്രേ അല്ലേ നമ്മളേക്ക് എടുത്തത്. ഇത് വേണ്ട.
എല്ലാത്തുക്കും ഈ ബ്ലാക്കോ? ജംസിനോട് കുറച്ച് shimmers. ഇങ്ങനത്തെ ഷർട്ട് എടുക്കണേ. ഞാൻ എവിടെ എല്ലായിടത്തും പോയപ്പോഴും ഇപ്പോഴും ഇങ്ങനത്തെ ഷർട്ട് കുറെ കളിക്കാനായിട്ട് സാധാ ഷർട്ട് കിട്ടിയത്. ജസ്റ്റ് ഐഷാഡോ ഒരു മനീഷ് മൽഹോത്രയുടെ പാലറ്റാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് മാത്രമാണ് ഇതിൽ അവർ തന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാലറ്റാണ് കേട്ടോ. അതായത് എനിക്ക് ആവശ്യമുള്ള എല്ലാ ഷെയ്ഡ്സും ഇതിലുണ്ട്. എനിക്ക് ആവശ്യമില്ലാത്ത ഒരു ഷെയ്ഡും ഇതിലില്ല. അതുകൊണ്ടും കൂടിയാണ് ഇതെൻ്റെ ഫേവറേറ്റ്. കുറച്ച് പിങ്ക് ഷിമ്മേഴ്സും കൂടെ ഇട്ട് നോക്കാം. ഞാനൊരു ഗോൾഡൻ ഷിമ്മേഴ്സ് ഇട്ടത്. പിങ്ക് വേണ്ട അല്ലേ, പിങ്ക് ക്രാപ്പായി തോന്നുന്നു. കുറച്ച് ഷിമ്മേഴ്സ്. ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു 1850 ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു കൊളാബും കൂടെ അങ്ങനെ ആയിട്ട് കുറച്ച് അഫോർഡബിൾ ആയിട്ടാണ് കിട്ടിയത്. അത് ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ ഇൻ ദ മീൻ ടൈം വി ഹാവ് ടു ഗെറ്റ് സം ടിക് ടാക്ക്. ഇത് എൻ്റെ മേക്കപ്പ് ബാഗിലുള്ളതാണ്. ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഞാൻ വിചാരിച്ചിരുന്നു ലെൻസ് ഇടണോ നോക്കട്ടോ. ബുദ്ധിമുട്ടാ, ഒന്നും വേണ്ട. പിന്നെ ഐലൈനർ ഇടാം. ഇതിൻ്റെ കണ്ണിനൊരു ബുദ്ധിമുട്ടാ. ഉണ്ടാവും. ഐലൈനർ, ഐബ്രോ. ആദ്യം ഐബ്രോ ചെയ്യാം. എന്ത് നിക്ക്, എന്റെ ഇപ്പൊ കഴിയും. എനിക്ക് ഒരുങ്ങൊന്നും വേണ്ടേ? അത് ഇനിയും ചവിട്ടാനുള്ളതല്ലേ, കുഴപ്പമില്ല, അറിയൊന്നുമില്ല. ഈ അതിട്ടാലേ നമ്മൾ രണ്ടാളും മാച്ചിങ് ആവുള്ളൂ. അല്ല അല്ലെങ്കിലും വലിയ മാച്ചൊന്നുമില്ല. എന്നാലും വലിയകാക്കും എന്നോട് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. എല്ലാവരും എന്നോട് പോവാന്ന് പറഞ്ഞിട്ട് പോയത്. ഉമ്മ എന്നോട് ചോദിച്ചോ എന്താ എൻ്റെ മുഖത്തൊരു വാട്ടൊന്ന്. ആക്ച്വലി എനിക്ക് അതിന് വാട്ടൊന്നുമില്ല. കുളിച്ചിട്ടില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുളിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ വന്നാൽ വിയർക്കൂല. അപ്പോൾ പിന്നെ കോഴി പൊരിച്ചത് കഴിഞ്ഞിട്ട് കുളിക്കാൻ വിചാരിച്ചു. ഒന്ന് ബാക്കി ഞാൻ പൊരിച്ചോളാം, പോയി കുളിച്ചോ. പിന്നെ ആ ട്രിപ്പ് ഇട്ടിട്ട് ഒരു ട്രിപ്പ് ചെമ്മീൻ എനിക്ക് പൊരിച്ചു നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം അത് എങ്ങനെ ടേസ്റ്റ് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ മറ്റേ തന്നെ നമ്മൾ മസാല തേച്ചതിൽ ചിക്കനിൽ എരി കുറവായിരുന്നു, തീരല്ല. അതിൽ ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശ്മീരി അല്ലേ മറ്റേത് എരിവുള്ള മുളക്. അമ്മക്കൊന്നും എരി പറ്റലില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ 2 സ്പൂണും കൂടെ എരിട്ട് വയ്ക്ക് മുളക് പൊടി ഇട്ടു. അപ്പൊ എന്താണ് മറ്റേതിലും എനിക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഷാഹിന് ഭയങ്കര നിർബന്ധം ഇപ്പൊ കഴിക്കണമെന്ന്. അപ്പൊ പിന്നെ നമ്മൾ തൽക്കാലം ഇപ്പൊ പോസ് ചെയ്യാണ്. ബാക്കി ബ്ലഷ് അപ്ലൈയിങ്ങും എല്ലാം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട്. ബ്ലഷും കൂടി അപ്ലൈ ചെയ്യാനുള്ളേ. ഈ താഴെക്കറിയിപ്പോ വരെ മുഖത്ത് കൂടെ എന്താ തേച്ചിട്ടല്ലല്ലേ ഞാൻ തിന്നണ്. കഴിഞ്ഞു ഇപ്പൊ വരാതെ ബ്ലഷും കൂടി ഉള്ളൂടാൻ. അല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഒരു പൊടിക്ക് ഹൈലൈറ്റർ. ഇപ്പൊ എന്തായി? ഇവിടെ ഈ ലൈറ്റ് മാത്രമേ ഇൻവെർട്ടർ കണക്ഷൻ ഇല്ല, അതാണ് ഇതിങ്ങനെ ഓഫ് ആവണത്. ഞാൻ എന്നോടല്ല, ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോടാണ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞു. ലിപ്സ്റ്റിക്ക് പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് തിന്നുമ്പോൾ എന്തായാലും പോവും. അപ്പം അതുകൊണ്ട് എന്നാലും ഞാൻ ഇടാം. ഫൈനൽ ലുക്ക് അല്ലേ. ഇത് ഞാൻ ലോറിയലിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ ഇടുന്നത്. ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വാങ്ങിച്ചത് ഈ ഒരു ഷെയ്ഡ്. കറണ്ട് വന്നു. ഇനി നമുക്കൊന്ന് ഐലാഷസ് കേൾ ചെയ്യാം.
മസ്കാര ഞാൻ ഇടണില്ല കേട്ടോ. മസ്കാര എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല വല്ലാതെ. അപ്പോൾ പിന്നെ ഇത്ര മതി. ഇനി ജസ്റ്റ് ഞാൻ ഹെയർ ഒന്ന് കോംബ് ചെയ്തിടുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ബാക്കി വല്ലാതെ സ്റ്റൈൽ ചെയ്യണമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇങ്ങനെ പോണി പിടിച്ച് കെട്ടും. എനിക്ക് അതാണ് ഏറ്റവും കംഫർട്ടബിൾ. അപ്പോൾ പിന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കാനോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഓപ്പൺ ഹെയർ പൊതുവേ കീപ്പ് ചെയ്യാറുള്ളൂ. ബിക്കോസ് ഐ എം വെരി അൺകംഫർട്ടബിൾ വിത്ത് ഓപ്പൺ ഹെയർ. ഹെയറുണ്ട് ഷായി ഇതാണ് കേട്ടോ. കുറേ ഉണ്ട്. ഇതാണ് ഞാൻ ഒട്ടും ഇടാത്ത ഓർണമെന്റ്സ്. ഇടാറേ ഇല്ല, കാരണം ഞാൻ ഇങ്ങനത്തെ വലിയ സാധനങ്ങളൊന്നും തീരെ യൂസ് ചെയ്യാത്തതാണ്. അപ്പം ഇനി ഞാൻ വിചാരിച്ചു ഇതിടാണ്. ഇത് ആക്ച്വലി ഹഫൻ്റെ ആണ് കേട്ടോ. ഹഫ UK പോയപ്പോൾ ഇതൊന്നും ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാം എൻ്റെ അടുത്ത് തന്നിട്ട് പോയതാ. അങ്ങനെയുണ്ട് മാച്ചാണല്ലേ അതിലേക്ക്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഡ്രസ്സ് എന്നുണ്ടെങ്കിലും ഷാളിലൊക്കെ കുറേ ഡിസൈൻസും ഈ കളേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് കുറച്ചിങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ആയി നിന്നാൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവില്ലേ. റെഡ് റിങ്, പിന്നെ ഈ റിങ്, പിന്നെ ഈ ഫിംഗറിൽ ഈ റിങ്ങും, ഇവളായി ബാംഗിൾ ഇടാണ്. കഴിഞ്ഞു. ഒരു കയ്യിൽ വാച്ചും. ഞാൻ സാധാരണ ഈ കയ്യിലാണ് വാച്ച് ഇടാറ്. ഈ കയ്യിലിടാം വാച്ച്. നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ തന്നെ എല്ലാം ഇടാമെന്ന് വിചാരിച്ചു. ലൈക്ക് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്താൽ പിന്നെ ഇതൊന്നും എന്തായാലും എടുക്കാനുള്ള നേരം ഉണ്ടാവില്ല. അതാ എൻ്റെ ഡ്രസ്സിന് ഷോളിലേക്ക് വേണ്ടി പ്രിന്റ് ചെയ്യിപ്പിച്ച കമ്മൽ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങോട്ടെ. നേരെ ഷായിന്റെ ബ്രദറിന്റെ വീട്ടിൽ പോകും, പിന്നെ എൻ്റെ വീട്ടിൽ പോകും, അവിടുന്ന് ഉമ്മാന്റെ വീട്ടിൽ പോകും. അത് കഴിഞ്ഞിട്ട് നേരെ ഷായിന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലൂടെ ഒക്കെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഡ്രസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഒരു ഇതിനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഈദ് ലുക്ക്. ഇനി നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിക്കുകയാണ്. ഷായിന്റെ ഉമ്മയും ഇപ്പയും ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനും ഷായിനാണ് കഴിക്കാനുള്ളത്. ഇങ്ങനെ വർണ്ണശബളമായ പാത്രങ്ങളിലൊന്നും മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ. അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് പാത്രത്തിലേക്ക് വെച്ചിട്ട് കഴിക്കുകയാണ്. കാരണം നമ്മൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. അപ്പോൾ കുറേ ടൈം എടുക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൂടെ പോകാനൊക്കെ ഇല്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഡിലേ ആവും. ബാക്കി അതിന്റെ ഒന്നാവുമ്പോ അപ്പൊ നമുക്ക് ഇത് തികയൂല. ഇതാണ് ഇപ്രാവശ്യത്തെ ഇളനീർ പായസം. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചിക്കൻ പെട്ടെന്ന് തട്ടി കയ്യില് തട്ടുന്നുണ്ട്. ബീഫ് വളരെ കുറവ്. നിങ്ങളെ മൈലാഞ്ചി കാണിച്ചു. അപ്പോൾ ഇതിലുള്ള ഒരു മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം തന്നെ ആയിരുന്നു. അതായത് ലഗോൺ ബിരിയാണിയിലാണെങ്കിലും ബീഫ് ബിരിയാണിയിലാണെങ്കിലും മസാല അത്യാവശ്യം കുറവായിരുന്നു കേട്ടോ. ബീഫായിരുന്നു ഏറ്റവും കുറവ്. ചിക്കൻ ആണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ടേസ്റ്റ് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇളനീർ പായസം ആണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ ആ ഇഫ്താറിന് കഴിച്ചൊന്നും ഒരു ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഒരു ഇളനീർ പായസം അല്ല ഇത്. ആ ഒരു ഇളനീരിന്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ. കൂടുതലും ഒരു പാലിന്റെ മിൽക്ക് മെയ്ഡിന്റെ ഒക്കെ ഒരു കുത്തലായിരുന്നു. പിന്നെ മധുരം കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കുടിക്കാൻ കഴിയാത്ത ഒരു പോലെയായിരുന്നു കേട്ടോ. നമ്മളുടെ അപ് ടു എക്സ്പെക്ടേഷൻസ് ആയിരുന്നില്ല. ഇതിലേറെ ഒരുപാട് അടിപൊളിയായിരുന്നു. ആക്ച്വലി അന്ന് നമ്മൾ ആ റോസ് ലോഞ്ചിൽ ഇഫ്താറിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന പായസം ഇത് അത്ര പോരായിരുന്നു. അന്ന് കുറച്ച് തിക്കും കൂടി ആയിരുന്നു. ഇത് ഭയങ്കര ലൂസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ വെള്ളം പോലെ ആയിരുന്നു. കട്ടൻ ചായ കൊടുത്തേ. ബീഫ് ഇട്ടത് ബീഫും നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫ് ഞാൻ നോക്കിയില്ല. എൻ്റെ പ്ലേറ്റിൽ ഇപ്പോൾ ബീഫാ. എന്ത് ബീഫാ? മടക്കി അടിച്ചു.
അടിച്ചടിച്ചൊക്കെയല്ല വെട്ടിയടിച്ചു. സംഭവിച്ചില്ലേ ഒരു നായതല്ല ഒരു സ്ഥിരിപ്പെട്ടുണ്ടായി. നേരത്തെ അങ്ങനെ സ്ഥിരിപ്പെട്ടി തട്ടിയതോ ഡ്രസ് എടുത്തപ്പോഴുള്ള വീഡിയോ ഉണ്ട്. വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ വെച്ച് നോക്കിയില്ല. ആ സമയത്തൊക്കെ വീഡിയോ എടുത്തിനു. എന്നിട്ട് അത് അതിനെ അയച്ചെടുത്തു. എന്നിട്ട് വെട്ടിയാണ്ട് അടിച്ചത് നല്ല വലിപ്പം കുറഞ്ഞാണ്. നിങ്ങളെ നല്ല കുറഞ്ഞു. അതിന്റെ ആ ഭംഗിയാണ് പോയി. അപ്പം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കുറച്ച് ചുരിദാർസ് വാങ്ങിയല്ലോ. അപ്പോൾ ഉമ്മച്ചി എടുത്തിരുന്നത് വേറെ 2 ഇത് ഞാൻ അങ്ങനെ എനിക്കാക്കിയ മറ്റൊന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് എടുത്തിരുന്ന ഷോർട്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതിലൊക്കെ കണ്ടില്ല ആ ചുരിദാറിന് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കട്ട്സോ ഡാമേജസോ ഒന്നുമില്ല. നല്ല ഫ്രഷ് പീസാണ് നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. പിന്നെ അത് സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഞാൻ എപ്പോഴും കൊടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ കൊടുത്തത്. അവിടെ അത്യാവശ്യം നന്നായിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചുരിദാർസും ഉമ്മച്ചീൻ്റെ ഞാൻ വാങ്ങിച്ചിട്ട് അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഷായിൻ്റെ ഉമ്മാൻ്റെ ബ്ലൗസും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടാട്ടോ കൊടുത്തത്. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ദിവസം അവർ വിളിച്ചിട്ടുണ്ട്. പറയുന്നു ഇത് അയൺ ചെയ്യാൻ നോക്കുമ്പോഴാണ് കണ്ടത് ഈ ഒരു ചുരിദാറിന്റെ ഏറ്റവും എൻഡിലായിട്ട് കുറെ കട്ടുകളൊക്കെ ഉണ്ട്, കുറെ കീറിയിട്ടുണ്ട്, ഓട്ടകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, ജസ്റ്റ് ആ പ്രൈസ് ടാഗിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ആ ഓട്ടകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളത് ആൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് വാങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടാവും. കാരണം പ്രൈസ് ടാഗിന്റെ കൂടെ മുകളിലാകുമ്പോൾ നമ്മൾ എന്തായാലും കാണുമല്ലോ. പിന്നെ ആ വീഡിയോവും നമുക്ക് എവിഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ അടുത്ത് പറ്റിയല്ല, അവരുടെ അടുത്ത് തന്നെ പറ്റിയതാണ് കേട്ടോ. അവരിപ്പോൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല. ഒബിയസ്ലി എന്തെങ്കിലും കത്രിക അറിയാതെ തട്ടിയതോ അല്ലെങ്കിൽ അയൺ ബോക്സ് തട്ടിയതോ അല്ലെങ്കിൽ പിന്നെ വല്ല എലി കരണ്ടതോ ഒക്കെ ആവാനാണ് സാധ്യത. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിഡൻസ് കാണിച്ചു കൊടുത്തിട്ടും അവരത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവരുടെ അടുത്ത് പറ്റിയെന്നുള്ളത്. ഇതിപ്പോ തയ്ച്ചു കിട്ടിയത് തന്നെ ഏകദേശം പെരുന്നാളിന്റെ ഒരു 2 ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ. തയ്ച്ചത് നേരെ വാങ്ങിച്ചിട്ട് ഷായിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ഷായും കൂടെ ഇന്ന് ഇങ്ങോട്ട് എന്റെ വീട്ടിലോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ പെരുന്നാളിന്റെ മുന്നേ ഉള്ളതാണ് കേട്ടോ. ഞാൻ ഇതിലിപ്പോ ആ ക്ലിപ്സ് ആഡ് ചെയ്തേ ഉള്ളൂ. അടിയിൽ 2 ഭാഗത്തായിട്ട് ഓട്ടകൾ ഉണ്ടായിരുന്നു. പിന്നെ കയ്യിലും ഒരു ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. താഴേക്ക് ഓട്ടകൾ ഉണ്ട് എന്നൊക്കെ അവർ വിളിച്ച് പറഞ്ഞപ്പോഴാണെങ്കിലും ഞാൻ വിചാരിച്ചു ചെറിയ വല്ല എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് കേട്ടോ. പക്ഷെ ഇത് വലിയ ഓട്ടകളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയി. കാരണം എനിക്ക് അത്ര ഇഷ്ടമായി വാങ്ങിയതായിരുന്നു കേട്ടോ ഈ ഒരു ചുരിദാർ. ഇതിന്റെ ആ ഒരു പാറ്റേണും ആ ഒരു ഭയങ്കര മിനിമൽ ഡിസൈൻസ് ഒക്കെ കേട്ടോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതായിരുന്നു. എന്തായാലും എന്റെ നെഞ്ച് തകർന്നു പോയിട്ട് ഇത് കണ്ടപ്പോൾ. അവിടുത്തെ ഉമ്മക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടേക്കും കൂടെ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മച്ചിന്റെ ഡ്രസ്സസും എല്ലാം ട്രയൽ ചെയ്ത് നോക്കണല്ലോ. അപ്പൊ പിന്നെ എന്നിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോവാം, തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പൊ അതാണ് സംഭവം. ഇങ്ങനെ എന്തായാലും ഓട്ട ആയിക്കൊണ്ട് നമുക്ക് എന്തായാലും ഇടാൻ പറ്റില്ല. കാരണം അത് അറിയുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് അറിയുന്നുണ്ട്. നമ്മൾ അവിടെ ഇനിയിപ്പോ പീസ് എന്തെങ്കിലും വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് അത് അറിയാൻ പറ്റും. നല്ല വൃത്തിയോടായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ പിന്നെ കട്ട് ചെയ്തിട്ട് അടിക്കാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ചുരിദാറിന്റെ ടോപ്പ് അത്യാവശ്യം നന്നായിട്ട് ലെങ്ത് കുറഞ്ഞു. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മളതൊരു ഇഷ്യൂ ആക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ. കാരണം ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഓ പണ്ടത്തെ കട്ടില്ല കേട്ടോ. പണ്ടത്തെ അരിതരിയുള്ള കട്ടി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ അങ്ങനെ നമ്മൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും എല്ലാം കൂടി കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച അത്ര അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്കൊരു സങ്കടം ഉണ്ട്. ഇത്രയും നല്ല ഫുഡൊക്കെ ഉണ്ടായിട്ട് അധികം കഴിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് മതിയായി പോയി. ഫുഡൊക്കെ കഴിച്ചു വന്നു. ഞാൻ ജസ്റ്റ് ഒരു ടച്ചപ്പ് കൂടി ചെയ്തു. ലിപ്സ് കേട്ടോ തിന്ന് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കുറച്ച് കപ്പിൾ പിക്സ് എടുക്കണമെന്ന് ഷായി പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുക്കാം. പോസ് ചെയ്യുക. ആദ്യം കപ്പിൾ വീഡിയോ. ഞാൻ വേണ്ടേ സിംഗിളാ കപ്പിൾ ഫോട്ടോ പറഞ്ഞിട്ട്? പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം, അനുരാഗവിലോചനായി ഈദ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഈദ് പ്രമാണിച്ച് ഷായി നമ്മുടെ ഒരു റീല് എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. പക്ഷെ വരുന്നില്ല. വരുമോ? വാ, കുറച്ച് ക്രിഞ്ച് കണ്ടന്റ് എടുക്കാം. വാ, നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടാക്കല്ലോ കേട്ടോ വെറുതെ മ്യൂസിക് ഇട്ടിട്ട്. വാ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് എങ്ങനെയുണ്ട് പറയണം. ഈ അവിടെ ഉപയോഗിക്കൽ ഇത് അടിച്ചൂടെ? അത്ര തണുപ്പിൽ നിന്നോളൂ. ഒരിച്ചാലും ചെയ്യൂല. വേറെന്തേലും റീല് കരിങ്കാളിയല്ലേ
അതിന് വരും. അതിന് വരും. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് ക്രിഞ്ച് അങ്ങനെ കറക്കാം. ഷൈനെ ഞാനൊരു റീല് ചെയ്യാൻ വിളിച്ചിട്ട് വരുന്നില്ല ഗൈസ്. നല്ലൊരു ക്രിഞ്ച് കണ്ടന്റ് ഉണ്ടാക്കിയാണ്ട് ഈ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വഴണ പെണ്ണാണ് കൊടുവാളെടുത്താൽ ഷൈൻ ആകെ എടുക്കാൻ താല്പര്യമുള്ളൊരു റീല് ഇതാണ്. നിങ്ങളുടെ എത്ത് വെച്ചിരിച്ചാണ്. അപ്പൊ ഗൈസ് ഇനി നമ്മൾ നേരെ എന്റെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഷൈൻ്റെ ബ്രദറിന്റെ വീട് തൊട്ട് താഴെ ഉണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് ഒന്ന് കയറും. എന്നിട്ട് നമ്മൾ നേരെ എന്റെ വീട്ടിൽ പോകും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരും. വൈകുന്നേരം ഷൈൻ്റെ വലിയ സിസ്റ്റർ ഇങ്ങോട്ട് വരും. അപ്പൊ അവര് വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിങ്ങോട്ട് എത്തണം. അപ്പൊ അതിന് മുന്നേ എന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അതാണ് നമ്മളുടെ നമ്മളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഷായിന്റെ ചെറിയ ബ്രദറിന്റെ വീട്. എല്ലായിടത്തും നമ്മൾ കുറച്ച് ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം കുറെ സ്ഥലങ്ങളിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് ആക്ച്വലി ഇന്ന്. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഷായിന്റെ വീട് കാണാം. ഇതാണ് ഷായിന്റെ വീടിന്റെ ഫുൾ വ്യൂ. നിങ്ങൾ പ്രോബബ്ലി കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഷായിന്റെ ഫുൾ വീടിന്റെ വ്യൂ കാണിക്കുന്നത് കേട്ടോ. ഇനി ഈ വീട്ടിൽ ആരും ഇല്ലെന്നൊന്നും താഴെ കമന്റ് ചെയ്യണ്ട കേട്ടോ. ഈ വീട്ടിൽ ഷായിന്റെ ബ്രദർ, മക്കള്, വൈഫൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിക്കാനൊന്നും താല്പര്യം ഉണ്ടായിക്കില്ലല്ലോ ചിലപ്പോൾ. അപ്പൊ നമ്മൾ അങ്ങനെ ഇടിച്ചു കയറി വീഡിയോ എടുക്കാറുമില്ല എവിടെയും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഹൈമി എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാള്? ഹൈമിക്കൊക്കെ പെരുന്നാളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ പൈസ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ആക്ച്വലി കൊടുക്കാനായിട്ട്. അപ്പൊ പിന്നെ ഞാൻ ക്യാഷ് ആയിട്ട് തന്നെ വെച്ചതായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്? ഇങ്ങനത്തെ കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഇടണമെങ്കിൽ ഇട്ടോളൂ. എന്നാലും ഞാൻ പെരുന്നാളിന്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ആ പൈസ മൊത്തത്തിലൊന്നും എനിക്ക് കൊടുക്കാനുള്ളതല്ല. പക്ഷെ അതിൽ ഏറെക്കുറെ ഒരു ഹാഫോളം ഞാൻ കൊടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പൊ ഹൈമിക്ക് കൊടുത്തു, ഹാനിക്ക് കൊടുത്തു, പിന്നെ പപ്പയ്ക്ക് ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിക്ക് കൊടുത്തു, ഉമ്മമാക്ക് കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ എന്റെ വീട്ടിൽ മോസ്റ്റ് ഓഫ് ദ എല്ലാവർക്കും കൊടുത്തു. ആനിക്കും അമ്മിക്കും ഷായിന്റെ ഭാഗ്യം കിട്ടി. ഇപ്പൊ നമ്മൾ പിന്നെ നേരെ വന്നിട്ടുള്ളത് എന്റെ പപ്പന്റെ ബ്രദറിന്റെ വീട്ടിലാണ്. അതായത് പപ്പന്റെ അനിയന്റെ വീട് നമ്മളുടെ വീടിന്റെ തൊട്ടിപ്പുറത്താണ്. ഇവിടെ അപ്പാപ്പ, മേമ, അവരുടെ കുട്ടികൾ സച്ചു, കിച്ചു, കുട്ടു ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ, പേർഷ്യൻ ക്യാറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ പെരുന്നാൾ പൈസയൊക്കെ എൻ്റെ ബ്രദേഴ്സിനൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി കേട്ടോ. എനിക്ക് ഒരുപാട് ഇനിയും കസിൻസൊക്കെ ഉണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാ പെരുന്നാൾക്കും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. എല്ലാ പെരുന്നാൾക്കും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏൺ ചെയ്യാൻ ഉണ്ടായിട്ടുള്ള പെരുന്നാൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഉമ്മച്ചീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. മൂടിലല്ല, ചിരിക്കാനുള്ള മൂടിലല്ല ആള്. ഞങ്ങൾ കൊറേ കുറുമ്പാട്ടിയാണ്ട് വരികയാണ്. ആ ബാഗ് ഇട്ടാണ് ഞാൻ കോളേജിലേക്ക് പോകണ. എന്റെ ടീച്ചർമാരെ വിളിച്ചിട്ടുണ്ട്. ഇവനോട് കുറച്ച് ചോറാണ് എന്നോട് പറഞ്ഞില്ലേ ഞാൻ അവളെടുത്തപ്പോ ഇനി ഞാനൊന്നാണ് നിസ്കരിച്ചാട്ടേന്ന്. വലിയ പറഞ്ഞാരി ഓളൊക്കത്ത് ഞാനൊന്നാണ് നിസ്കരിച്ചാട്ടെ. ഇതൊക്കെ കുഞ്ഞിക്കോൽമലൊക്കെ നിറച്ചു മൊയ്യാഞ്ചി. അപ്പത് ഇല്ല, കോട്ട് രണ്ടും കൂടി ഒരുമിച്ചാണ്. വീടല്ലോ നമ്മള് പടക്കം പൊട്ടിച്ച് കാണിച്ചു പറഞ്ഞെടുത്ത യൂട്യൂബില് മൊബൈലിൽ യൂട്യൂബില്
യൂട്യൂബിൽ കണ്ടില്ലേ അന്നെ? പൊന്നുണ്ടോളോട് ചോദിച്ചത് ഈ യൂട്യൂബിലൊക്കെ കണ്ടില്ലേ പറഞ്ഞു. ആ ഇതുണ്ടോ യൂട്യൂബില്? മതി മാ, മതിയേ, കുറച്ച് മതി നീ. തലയൊക്കെ തട്ടോ. ഇങ്ങോട്ട് വാ, ദുവാ ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇങ്ങോട്ട് വാ, ദുവാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പറഞ്ഞാല് എങ്ങനെ? അപ്പൊ ഇവിടെ എൻ്റെ ഉമ്മമ്മ ഉണ്ട്, എൻ്റെ മാമൻ അഥവാ എൻ്റെ അമ്മോനുണ്ട്, പിന്നെ അമ്മോന്റെ വൈഫുണ്ട്, ദുബയുണ്ട് കേട്ടോ അവരുടെ മോള്. ഇനി നമ്മൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഹഫ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരവിടെ ഇതിനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഹഫ ഇത് ഡ്രസ്സിലൊന്നും ആയിരുന്നില്ല. അവളുടെ ഇത് സെലിബ്രേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോ കോൾ ചെയ്യണു, പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഇതാ എന്റെ ആന്റിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആന്റി എന്ന് പറഞ്ഞാൽ എന്റെ പപ്പന്റെ അനിയത്തി മക്കളുമാണ്. ലല്ലു, ലച്ചു, അബി ഇവരെല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ ഷായും കൂടെ ഷായിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ അഫ പറഞ്ഞു പോലെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരാള് ഈ സംഭവം കൊണ്ടിട്ട് ഡെലിവർ ചെയ്തും ചെയ്തു കേട്ടോ. അപ്പൊ ഇതൊക്കെ ആയതുകൊണ്ട് ഒരു ഈദ് സ്പെഷ്യൽ ഹാമ്പർ അഫ ഇങ്ങോട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ട് തന്നെ നമ്മൾ അൺബോക്സിങ്ങും ടേസ്റ്റിങ്ങും എല്ലാം ചെയ്യാണ്. അഫക്കാണെങ്കിൽ നമ്മളെല്ലാരും കഴിക്കുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും അഭിപ്രായങ്ങളും എല്ലാം കാണാൻ കേക്കൊക്കെ വേണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് വീഡിയോ കോൾ തന്നെ ഓൺ ആക്കി ഇരിക്കായിരുന്നു. തിന്നിട്ട് പോവാ എടുക്കട്ടെ. ഇതെന്താ ഡ്രസ് ലച്ചസ് അല്ലേ? ഒരു സ്പൂൺ കൂടി കൊടുക്കുകയാണെങ്കിൽ അറിയാം. രസമുണ്ട്. വെച്ചോ പക്ഷെ ഒരു 2 സ്പൂൺ കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. ഇതെന്താ മാംഗോ ചീസ് കേക്ക്. ഇതെടുത്ത ഷായി ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് രസമുണ്ട്. പക്ഷെ മാങ്ങന്റെ ഒരു അധിക പ്രസരം. മാങ്ങന്റെയും മുട്ടന്റെയും ചെറിയൊരു അധിക പ്രസരം ഉണ്ട്. പ്രസ്ലച്ചസ് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് തണുപ്പ് ഒഴിക്കണം അല്ലേ? ബ്രൗണി മാങ്ങന്റെ ഒരു മുട്ടി മാങ്ങ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞിട്ട് കുനാഫ ഡോനട്ട് അതൊക്കെയാണ് അതിനൊക്കെ ഇഷ്ടമല്ല. ആൻ്റെ കൂടെ ഇത് രണ്ടൊന്നല്ലേ? ഇത് പോപ്സിക്കിൾസ്. അപ്പ ഡോണട്ട് കുഴപ്പമില്ല, രണ്ട് വേറെ സെയിം. ഇതെന്താണ് അപ്പ? ഡ്രീം കേക്ക്. ഏത് ഡ്രീം കേക്കാ? ഇത് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ തണുപ്പ് കുറച്ച് വയ്ക്കണം. ഈ മാങ്ങന്റെ മാങ്ങന്റെ ഇത് മാത്രം പോരെ. നീ കുനാഫ അഫ കുനാഫ ടേസ്റ്റ് ചെയ്യണം. അഫ അതൊരു റയർ സാധനം കേട്ടോ. അത് മെച്ചുണ്ടാക്കില്ല. ഇതെന്തിനാ ടേസ്റ്റ് അല്ല, പക്ഷെ ശരിക്കും ഇത് ചൂടോടെ തിന്നണം. അതിന്റെ ചീസ് ഉരുകിയണം, അല്ല ഉരുക്കാൻ തണുത്തണം. ആ മറ്റേ ഇതിൽ വെച്ച് കഴിഞ്ഞാല് അത് ചൂടാക്കണം ശരിക്കത്. ഇവിടെ ഞാൻ പോയി തിന്ന് എല്ലാവരും കഴിയും.
പക്ഷെ ടേസ്റ്റ് ഉണ്ട്, ചീസിന്റെ കൂടെ ടേസ്റ്റ്. ഈ പോപ്സിക്കിൾസും ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചൂടാക്കിയാണെന്ന് നോക്കാം. ചൂട് ഈ ചൂടുകാലത്ത് ഇങ്ങനെ നോക്കണം. എന്തോ അപ്പ വയനാട്ടമ്മ ശരിക്കും ഒരു കസ്റ്റാർഡ് തന്നെ എടുത്ത് ഞാൻ കുറച്ച് കസ്റ്റാർഡ് എടുത്ത് പഴം. ഇതാണ് ഉമ്മച്ചിന്റെ ഇന്നത്തെ സ്പെഷ്യൽ. ആദ്യം എടുക്കട്ടെ. ചോറ് കൂടെ അപ്പൊ അതെന്താ? അതായിട്ട് മസാല, ഇത് മസാല, ഇത് അത് അഫ്ഗാനി ചിക്കൻ, അത് ഫ്രൈ, അതിന്റെ ഫ്രൈ. ഇതാണ് ചോറ് കൂടെ. അപ്പൊ എനിക്ക് കുറച്ച് പാട്ടിലാക്കി തരും. ഇറക്കി 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 നീ കവർക്കണ്ട. ഞാൻ പോട്ടെ വേണ്ടട്ടെ. കരിവളകൾ ചേർന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇനി നമ്മൾ നേരെ ഷായിന്റെ കസിൻസിന്റെ ഒക്കെ വീട്ടിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഷായിന്റെ കസിന്റെ വൈഫ് സൂനി ബേബി, ഇവരൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും എന്റെ 100K സെലിബ്രേഷൻ ബ്ലോഗിലൊക്കെ. അപ്പൊ അതാ ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര അടി കൂടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഷായിന്റെ അടുത്തൊരു വേറെ കസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ജിമ്മ് പോകാൻ താല്പര്യമുള്ളവർ സമീപിക്കും, ബന്ധപ്പെടുക. പേഴ്സണൽ എക്സ്പീരിയൻസ്. റോസ്റ്റ് ഒന്നും തിന്നല്ലോ. ഞാൻ നാളെ വുഡ്ബൈന് പോയിട്ട് ഇപ്പൊ അടുത്ത് വുഡ്ബൈന് പോയിട്ട് ഒരു പൂതി തീർക്കാൻ ഷാനിന് അത്ര വലിയ ഇതില്ല കേട്ടോ, അതായത് അത്ര വിൽ പവർ ഈ തീരിനായിട്ടില്ല. അവനോട് പറഞ്ഞു ഇനി നമുക്ക് പെരുന്നാളാവും വരെ ഇതൊന്നും തിന്നണ്ട, എന്നാലേ പെരുന്നാൾക്ക് ചിക്കൻ തിന്നുമ്പോ ഒരു രസം ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് 30 സെക്കൻഡ് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അതിന് പകരം ഇന്ന് ചിക്കീസ്ക്ക് പോയി അടുത്ത് ഇതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. കൊടുക്കാറ് പറഞ്ഞത് എനിക്ക് കേട്ടോ. ഞങ്ങൾ ഒരേ ഏജാണ്. അപ്പൊ ഷായിന്റെ കസിൻ അജുവിന്റെ വൈഫ് ജുജും. അപ്പൊ നമ്മളിങ്ങനെ കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു. ആക്ച്വലി നമ്മൾ ശരിക്കും പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഷായിന്റെ വീട്ടിൽ പോയി അവിടെ ഷായിന്റെ ഉമ്മാനെ കൂടെ പിക്ക് ചെയ്തിട്ട് ബാക്കി എല്ലാ കുടുംബക്കാരുടെ വീട്ടിലും പോവാന്നായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ ഷായിന്റെ സിസ്റ്ററും ഫാമിലി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഫാമിലി മെമ്പേഴ്സിന്റെ വീട്ടിലേക്കൊക്കെ അങ്ങനെ പോവായിരുന്നു. അപ്പൊ നമ്മള് രണ്ട് കൂട്ടരും വേറെ വേറെ റൂട്ടില് ഡിഫറെന്റ് ടൈമിങ്സിൽ സെയിം വീടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷായിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. നമ്മൾ അവിടെ നിന്ന് ഫ്രഷൻ അപ്പ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷായിന്റെ എൽഡർ സിസ്റ്ററും ഉമ്മയും എല്ലാരും വേറെയുള്ള യാത്രകളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നു. കളി കാണണം. വലിയൊക്കെ പ്രാക്ടീസ് ചെയ്തു. ഇതെന്താ സെമീനോ? മതിയാ എത്രയും സബ്സ്ക്രൈബേഴ്സ്? 1,30,000. ഇപ്പൊ അതില്ലേ നോട്ടിഫിക്കേഷൻ ഒക്കെ ആയില്ലേ? എല്ലാ മാസം വരും. അതും വരും. പിന്നെ നമുക്ക് പെയ്ഡ് കൊളാപ്സിന്റെ റവന്യൂ കാര്യം വരും. ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അത്യാവശ്യം ഒരു
ചില മാസങ്ങളിൽ കിട്ടുള്ളൂ. ചിലത് നമുക്ക് വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ പക്ഷെ കാര്യമായിട്ട് ഈ ബ്രാൻഡ് കൊളാബ് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവരിറങ്ങി, ഞാനും ഷായി നമ്മളും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ ചാനലിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്ര ലെങ്തി വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യണേ. ഇത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം മാത്രം കേട്ടോ ഞാൻ ഇത്ര ലെങ്തി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. അതിനെ ഞാൻ എവിടെയെങ്കിലും കട്ട് ചെയ്ത് ചെറുതാക്കി കുഞ്ഞു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും എൻ്റെ ഈദ് വ്ളോഗൊക്കെ. ഇപ്പൊ സമയം രാത്രി ഏകദേശം 9:10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി അപ്പൊ നെക്സ്റ്റ് ഒരു Q&A വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ, ഞങ്ങൾ ആൻസർ ചെയ്യും. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.